2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. നമ്മളൊത്തിരി വായിച്ചിട്ടുണ്ട്, നമ്മളൊത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് ഒത്തിരി ദൈവസന്നിധിയിൽ ഒരു വേള നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകാം. ഇത് വായിച്ച് നിങ്ങൾ ബലപ്പെട്ടിട്ടുണ്ടാകാം. നമുക്കിത് അറിയാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകനായ എലീശായെ നോക്കി നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് നമ്മളിവിടെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവൾ നിലവിളിക്കുമ്പോൾ അവിടെ നിലവിളിക്കൊരു കാരണമുണ്ട്. പ്രവാചക ശിഷ്യനെ നോക്കി നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, അവൾ കരയുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കുടുംബം. ഹല്ലേലൂയ. അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, നാട്ടുകാർക്കെല്ലാവർക്കും മാന്യനായി, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്ത ഒരു പ്രവാചകൻ. അവൾക്ക് മക്കളുണ്ടായിരുന്നു, അനുസരണയുള്ള മക്കൾ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പ്രതീക്ഷിക്കാത്തൊരു വേദന അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല തൻ്റെ ഭർത്താവ് ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടു പോകുമെന്ന്, അല്ലെങ്കിൽ തന്നെയും തൻ്റെ മക്കളെയും വേർപിരിഞ്ഞ് തൻ്റെ ഭർത്താവ് നഷ്ടമായി പോകുമെന്ന് ഒരിക്കലും ആ സഹോദരി ചിന്തിച്ചിരുന്നില്ല. അവിടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ദൈവത്തെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ ഭർത്താവ് ഒരു പ്രവാചകനായിരിക്കുന്നത് കൊണ്ട്, എൻ്റെ ഭർത്താവ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണീരുണ്ടാകത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ വേദന ഉണ്ടാകത്തില്ല, ഞങ്ങളുടെ ജീവിതം എന്നും സമൃദ്ധിയായിരിക്കും എന്ന് ആ സഹോദരി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മളും അങ്ങനെ ചിന്തിക്കും. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്, സഭയിൽ ഞങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മക്കള് ദൈവകൃപയിലാണ്, എൻ്റെ ഭർത്താവ് ദൈവകൃപയിലാണ്, ഭാര്യ ദൈവകൃപയിലാണ്. അതുകൊണ്ട് ഒരു ജീവിതത്തിനകത്ത് പിശാചിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, തിന്മ സംഭവിക്കത്തില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ, കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങുവാൻ കഴിയുന്നതല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്: ദൈവമേ, ഇങ്ങനെയായിരുന്നു നിങ്ങൾ എന്നെ വിളിക്കരുതായിരുന്നു, ഇങ്ങനെയായിരുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കരുതായിരുന്നു, എൻ്റെ ഭർത്താവ് ഇത്രയും വിശ്വസ്തനായിരുന്നു. അമ്മ ആ സഹോദരി പറയുന്നൊരു കാര്യം, നിലവിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാ: എൻ്റെ ഭർത്താവ് ഒരു പ്രവാചക ശിഷ്യനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഹല്ലേലൂയ. അവൾ നിലവിളിക്കുന്ന കാര്യമാണ്: പ്രവാചകനെ, എൻ്റെ ഭർത്താവ് പ്രവാചക ശിഷ്യനായിരുന്നു, എൻ്റെ ഭർത്താവ് നിനക്ക് വേല ചെയ്തവനായിരുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസ്തനായിരുന്നു. എന്നാലും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. അവളെ കൊണ്ട് താങ്ങുവാൻ കഴിയുന്നില്ല, അവളെ കൊണ്ട് ദുഃഖം അടക്കുവാൻ കഴിയുന്നില്ല. അടുത്തവൾ പറയുന്ന കാര്യമാണ്: ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം എന്തെന്നറിയാമോ? ഒരു കാലത്ത് ഞങ്ങൾക്ക് എല്ലാം ആയിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനകത്ത് ആനന്ദം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കടക്കാര് വീടിനകത്ത് കയറി വന്ന് വീടിനകത്ത് വെച്ചിരിക്കുന്ന ഓരോ സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകാൻ പോകുക. അലമാര പറക്കിക്കൊണ്ടുപോയി, കട്ടിലെടുത്തും കൊണ്ടുപോയി, മേശ എടുത്തും കൊണ്ടുപോയി, പാത്രങ്ങൾ പറക്കിക്കൊണ്ടുപോയി. എൻ്റെ വീടിനകത്ത് ഉണ്ടായിരുന്നതെല്ലാം, ഞങ്ങൾക്ക് അനുഗ്രഹമെന്ന് വിചാരിച്ചതെല്ലാം ഈ കടഭാരം കാരണം കടക്കാര് പെറുക്കിക്കൊണ്ടുപോയി. അവസാനമായി കടക്കാർക്ക് വേറെ ഒന്നും കൊടുക്കുവാൻ വഴിയില്ലാതായപ്പോഴ് എൻ്റെ മക്കളെയും കൂടെ
കടക്കാര് പിടിച്ചുകൊണ്ട് പോകാൻ പോകുക, ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ന് പറഞ്ഞ് ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകനെ നോക്കി നിലവിളിക്കുകയാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒത്തിരി പ്രാർത്ഥിച്ചു കാണും, ഒത്തിരി കരഞ്ഞു കാണും, ഒത്തിരി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കാണും. അവൾ മാത്രമല്ല, അവളും മക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ. കാരണം അത് പ്രവാചക ശിഷ്യന്റെ കുടുംബമാണ്, അത് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. ആമേൻ. പിന്നെയും പിന്നെയും വേദനയ്ക്ക് മേൽ വേദനയായി, കഷ്ടതയ്ക്ക് മേൽ കഷ്ടതയായി, അവസാനം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കടക്കാര് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകൻ അവളോട് ഒരു ചോദ്യം ചോദിക്കുക, നിന്റെ പക്കൽ എന്തുണ്ട്? സ്തോത്രം. നിറഞ്ഞിരുന്ന ഭവനത്തിനകത്ത് അവൾ പറയുന്നൊരു വാക്ക്, എന്റെ പക്കൽ ഭരണിയിൽ അല്പം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. മാവുകലത്തിലെ മാവ് തീർന്നു, അല്ലെങ്കിൽ അരിപ്പാത്രത്തിലെ അരി തീർന്നു, വീടിനകത്ത് കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെച്ചിരുന്നതൊക്കെ തീർന്നു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരമില്ല, കടക്കാര് വന്നെല്ലാം പറക്കിക്കൊണ്ടുപോയി. ഇനിയൊരു ഭരണിയിൽ അല്പം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. പ്രവാചകൻ അവളോട് പറയുക, നീ എന്തി അപ്പുറത്തിപ്പുറത്ത് വീടുകളിൽ ചെന്ന് പാത്രങ്ങളെ വാങ്ങുക, നിന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ച് പാത്രങ്ങളെ വാങ്ങുക, എന്നിട്ട് നീയും നിന്റെ മകനും അകത്ത് കയറി പാത്രങ്ങളിൽ, നിന്റെ വീട്ടിനകത്തുണ്ടായിരുന്നില്ലേ ഭരണിയിലെ എണ്ണ, അതിനെ അങ്ങോട്ട് പകരുക. ഒരു പാത്രം നിറയുമ്പോൾ അടുത്ത പാത്രത്തിലേക്ക് പകരുക, അടുത്ത പാത്രം നിറയുമ്പോൾ അടുത്ത പാത്രത്തിലേക്ക് പകരുക. എന്നാൽ പാത്രം എപ്പോൾ നിറഞ്ഞു കവിയുന്നുവോ, ഇനി ഒരിക്കൽ പാത്രങ്ങൾ ഇല്ലാതാകുന്നുവോ, ആമേൻ, അപ്പോൾ എണ്ണ നിൽക്കുമെന്ന് പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ചു എന്നുള്ളതാണ്. ആമേൻ. ഗതി മുട്ടി നിൽക്കുന്ന വീടിനകത്ത്, പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ വീടിനകത്ത്, ദൈവം എന്നെ കൈവിട്ടുവോ എന്ന് ചിന്തിക്കുന്ന വീടിനകത്ത് അവൾ പ്രവാചകൻ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എന്ന് പറയുവാൻ നിനക്ക് ഒത്തിരി കാര്യം കാണും. ദൈവസന്നിധിയിൽ കരഞ്ഞിട്ട് എനിക്ക് മറുപടി ലഭിച്ചില്ല എന്ന് പറയുവാൻ ഒത്തിരി കാര്യം കാണാം. ദൈവമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നോ എന്ന് പല പ്രാവശ്യം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഒരു പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ആയിരിക്കാം. വീടിനകത്ത് ചില കടഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ വന്നതിനാൽ നിന്റെ ഭർത്താവ് വിശ്വാസത്തിൽ നിന്ന് പുറകിലോട്ട് പോയിട്ടുണ്ടാകാം. നിന്നെ നോക്കി ചോദിക്കുന്നതായിരിക്കാം, നീ ബൈബിൾ കൊണ്ട് നടന്നിട്ട് എന്തായി? നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? മക്കളൊരു പക്ഷെ ചോദിക്കാം, അമ്മേ ഇത്രയും കാലം വിശ്വാസം എന്ന് പറഞ്ഞിട്ട് എന്തായി? ഇത്രയും കാലം ഒരു നേരമില്ലാതെ സഭയിൽ പോയിട്ട് എന്തായി? നമ്മൾ ഒരു പ്രാർത്ഥന മുടക്കിയിട്ടില്ലല്ലോ, ദശാംശം മുടക്കിയിട്ടില്ലല്ലോ, പാസ്റ്റർ പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, ഞങ്ങൾ എല്ലാത്തിലും കൃത്യമായി നിന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുടുംബം മാത്രം ഇങ്ങനെയായി? ഭർത്താവ് ചോദിക്കുന്നതിന്, മക്കൾ ചോദിക്കുന്നതിന് ആൻസർ കൊടുക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയായിരിക്കാം നീ. ആമേ. പ്രവാചകൻ പറഞ്ഞതുപോലെ ആ സഹോദരി അനുസരിക്കാൻ തയ്യാറായപ്പോൾ, കുഞ്ഞുങ്ങൾ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവർ അത്ഭുതം കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്നും മറക്കണ്ട, അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നീ വിചാരിക്കുന്ന സമയം നിന്റെ വീട്ടിൽ അത്ഭുതം നടന്നില്ല എന്ന്, നീ വിചാരിക്കുന്ന സമയം ആമേ നിനക്ക് അത്ഭുതം കാണുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നീ ദൈവത്തെ വിട്ട് പുറകിലോട്ട് പോകണ്ട. ഹല്ലേലൂയ. ആമേ. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. വചനം വിശ്വസിക്കുവാൻ തയ്യാറായാൽ, വചനം അനുസരിക്കുവാൻ തയ്യാറായാൽ, നീ കേൾക്കുന്ന പ്രസംഗങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ ആലോചന നീ അനുസരിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിന്നോട് പഠിപ്പിക്കുകയാ. ആ വീട്ടിലെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എണ്ണ നഷ്ടപ്പെട്ടില്ല. എണ്ണ എന്തിനാ കുറിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും,
പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടരുത്. സ്വന്തം ബന്ധം നഷ്ടപ്പെട്ടാലും അഭിഷേകം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. കഴിക്കുവാൻ ആഹാരമില്ലെങ്കിലും അഭിഷേകം നഷ്ടപ്പെടരുത്. കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് പോലെ ചിലത് വാങ്ങിക്കൊടുക്കുവാൻ നിന്റെ കയ്യിൽ കാശില്ലെങ്കിലും നിന്റെ അഭിഷേകം നഷ്ടപ്പെടരുത്. കുടുംബക്കാരും വീട്ടുകാരും സമൂഹവും ഒരുമിച്ച് ആമേൻ നീ ഇത്രയും കാലം കർത്താവിന്റെ പിന്നാലെ പോയിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് നിന്നെ അടച്ചാക്ഷേപിക്കുമ്പോഴും നിന്റെ അഭിഷേകം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെടാതിരുന്നാൽ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാതിരുന്നാൽ, ദൈവവുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെടാതിരുന്നാൽ ഒരു ദിവസം അത്ഭുതമുണ്ടാകുമെന്ന് ഇന്ന് രാത്രി വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഉള്ളിനകത്ത് ദൈവം പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓരോ ദിവസവും അറയ്ക്കകത്തേക്ക് കയറി വാതിലടച്ച് നീ ദൈവസന്നിധിയിൽ പകരുവാൻ കഴിയുമെങ്കിൽ, ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവസന്നിധിയിൽ നീ പ്രാപിച്ചതിനെ പകരുവാൻ കഴിയുമെങ്കിൽ ഒരു നിറവ് നിന്റെ കണ്ണുകൾ കാണും. ഇനി നിറയ്ക്കുവാൻ പാത്രമില്ല എന്ന് കുഞ്ഞുങ്ങൾ പറയുവോളം മതിയമ്മേ മതി, അയ്യോ മതി മതി എന്ന് പറയത്തക്ക അളവിൽ അല്പത്തി അധികമാക്കുവാൻ, കുറവായിരിക്കുന്നതിനെ നിറവാക്കുവാൻ, ഇതെന്ത് എന്ന് ചിന്തിക്കുന്നതിൽ കൂടെ ഒരത്ഭുതം നിന്റെ ഭവനത്തിനകത്ത് ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം മതിയായവനെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയം ദൈവത്തിന്റെ പ്രവൃത്തി ഒരുപക്ഷെ കാണാൻ പറ്റത്തില്ല, എന്നാൽ വാക്കു പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. നിന്റെ പക്കലിരിക്കുന്ന അല്പത്തെ കൊണ്ട് അതിശയങ്ങൾ ചെയ്യുവാൻ, മറ്റുള്ളവർ ആശ്ചര്യം കൂറുമാറ് നിലകളിൽ ഒരു വലിയ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് ചെയ്യുവാൻ, സമൃദ്ധിയായി ജീവിക്കുന്നതിനേക്കാൾ ഉപരി സമൃദ്ധി നിന്റെ വീടിനകത്ത് തരുവാൻ ഇന്ന് രാത്രി എന്റെ യേശു മതിയായവനാണ്. നമ്മൾ വിചാരിക്കുന്ന സമയം അത്ഭുതം നടക്കത്തില്ല, എന്നാൽ ദൈവത്തിന്റെ സമയം അത്ഭുതം നടക്കും. നീ ദൈവ പൈതലാണെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നീ നന്മ ചെയ്ത വ്യക്തിയാണെങ്കിൽ, നീ ദൈവസഭയ്ക്കകത്ത് തൂണുപോലെ നിന്ന വ്യക്തിയാണെങ്കിൽ, കുഞ്ഞുങ്ങളോടുകൂടെ നീ കർത്താവിന് വേണ്ടി ആമേൻ നെഞ്ചും നെറ്റിയും കൊടുത്ത വ്യക്തിയാണെങ്കിൽ, എൻ്റെ ദൈവം കൈവിടുകയില്ലെന്ന് ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. എൻ്റെ ദൈവം നിങ്ങളുടെ പ്രവർത്തികളെ മുഴുവനും അവൻ്റെ ഓർമ്മയുടെ പുസ്തകത്തെ എഴുതി വെച്ചിടും കേട്ടോ. നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തികളും അവൻ്റെ ഓർമ്മയുടെ പുസ്തകത്തെ എഴുതി വച്ചിട്ടുണ്ട്. ഒരത്ഭുതം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നൊരു വാക്ക്, ഏറ്റ വേളയിൽ അത്ഭുതം ചെയ്യും കേട്ടോ, നിറഞ്ഞ കവിയും കേട്ടോ. ഹല്ലേലൂയ. മതി മതി എന്ന് പറയത്തക്ക നിലയിൽ ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. വിദേശ രാജ്യത്തിലെ നന്മ കൊണ്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്, നിന്റെ കയ്യിലുള്ളതിനെ ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ പക്കലിരിക്കുന്ന അല്പത്തെ ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നീ ആരെയും നോക്കി നിൽക്കണ്ട. എൻ്റെ സഹോദരൻ എനിക്ക് നന്മ ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് ആരെങ്കിലും നന്മ ചെയ്യുമെന്ന് നീ ആരെയും ആശ്രയിക്കണ്ട. നിന്റെ പക്കലുള്ളതിനെ ദൈവം ഇതാ വർദ്ധിപ്പിക്കാൻ പോകുക. നിന്റെ പക്കലുള്ളതിനെ അനുഗ്രഹിക്കാൻ പോകുക. ഇന്നേ നിന്റെ ഉള്ളതിനകത്ത് തീയാണ്. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ആഴക്കിലേക്ക് പോകും. ഇന്നേ ഉള്ളതിനകത്ത് തീയ. എവിടെ പോകും? നീ ഒരിടവും പോകണ്ട. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയായി നിന്നിട്ടുണ്ട്. ദൈവം ഏറ്റ വേളയിൽ നിനക്കൊരു അത്ഭുതം ചെയ്യും.